എല്ലാം കൊണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിൻ്റെ ചിത്രമെടുത്ത് നോക്കുകയാണെങ്കിൽ പള്ളിയിൽ കയറിയാൽ നിസ്കരിക്കുന്നവൻ അവൻ്റെ കൂടെ ചെറിയ കുട്ടികളുണ്ടാകും. ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാൽ 7 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ. അവരെ പള്ളിയിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവന്ന് നിസ്കരിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഫാഷനായി മാറിക്കൊണ്ടു. അതിൻ്റെ അപ്പുറം ഖുർആൻ ഹിഫ്ളാക്കുന്ന കുട്ടികളുടെ മറ്റൊരു ശൃംഖല. ഈ ഹിഫ്ളാക്കിയവരുടെ അവസ്ഥ നോക്കുകയാണെങ്കിലോ ഒരു 70-75% കുട്ടികളും ഇത് നിലനിർത്തുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. നമുക്കൊക്കെ മെമ്മറി ഉള്ളവരാണ്, മെമ്മറി പവർ കുറവുള്ളവരാണ്. നമ്മുടെ ഈ ചെറിയ കുട്ടികൾക്ക് ഖുർആൻ ഹിഫ്ളാക്കലോട് കൂടെ അവർക്കത് കൊണ്ടു നടക്കാൻ, അവരുടെ ആയുഷ്കാലം മുഴുവനും അത് നിലനിർത്താൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്നില്ല. ഖുർആൻ ഹിഫ്ളാക്കൽ ഒരു പുണ്യമാണെങ്കിൽ ഹിഫ്ളാക്കിയ ഖുർആൻ മറന്നു പോവുക എന്നുള്ളത് വമ്പിച്ച ശിക്ഷയാണ്. ദഫ്ഉൽ മദറത്ത്, ബുദ്ധിമുട്ടിനെ തട്ടിക്കളയുക എന്നുള്ളതിനേക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒന്ന് ജൽബുൽ മൻഫഅത്ത്, ഒരു ഉപകാരം ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു ബുദ്ധിമുട്ടിനെ തട്ടിക്കളയുന്നതിനേക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ ഇത് പഠിപ്പിക്കുമ്പോൾ എവിടെ എത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ ഓട്ടോയിലും മറ്റുള്ള സാധാരണ പണിയിലും ഹാഫിളുകളായ കുട്ടികൾ നടക്കുമ്പോൾ അവർക്ക് ഖുർആൻ ഓർമ്മയില്ലാതെ പോകുന്നു. ഇതിൻ്റെ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് വളരെ ഭീതിജനകമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ തന്നെ ചെറിയ കുട്ടികൾ പള്ളിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അതൊരു ഫാഷനായിട്ട് കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. സാധാരണ നിസ്കരിക്കാൻ വരുന്ന നല്ലവരായ നിസ്കാരക്കാരുണ്ടാകും. അവരുടെ നിസ്കാരത്തിന് തശ്വീശാക്കുമെന്ന് കണ്ടാൽ ആ നിസ്കാരത്തിന് ഈ കുട്ടിയുടെ ചെറിയ ചെറിയ കളികളും ഓട്ടങ്ങളും ചാട്ടങ്ങളും ഒക്കെ അവരുടെ ശ്രദ്ധ തിരിക്കുമെന്ന് കണ്ടാൽ അത് വലിയ ഹറാമ് തന്നെയായി മാറും. ഇങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്കും അത് ഭാവിയിൽ ഗുണകരമല്ലാതെ ഭവിക്കും. കാരണം എന്താ, കുട്ടിക്ക് പള്ളിയുടെ പവിത്രത മനസ്സിലാക്കാൻ കഴിയില്ല. 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്നാണ് നമ്മുടെ ശറഅ് കൽപ്പിക്കുന്നത്. 7 വയസ്സാൻ കൽപ്പിക്കണം, കുട്ടികളെ ചെയ്യിപ്പിക്കണമെന്ന് പറയുന്നില്ല, കൽപ്പിക്കണം. അത് കൽപ്പിക്കൽ രക്ഷിതാവിൻ്റെ ചുമതലയാണ്. 10 വയസ്സായാൽ കുട്ടിയെ അടിക്കണം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അതേ കുട്ടികൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണ്ട. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മളിത് കുട്ടീനെ പിടിച്ചേൽച്ച് കൊണ്ടുപോകുന്നത് പള്ളിയിലേക്ക്. ഇങ്ങനെ നമ്മോട് കൽപ്പിക്കപ്പെട്ടതല്ലാത്ത കാര്യത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുകയാണ്. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ നിസ്കാരം തന്നെ ശരിക്ക് ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോഴുള്ള ഷർത്തുകളും അതിൻ്റെ മര്യാദകളും പരിപൂർണമായിട്ട് പാലിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ, മൗലവിമാരൊക്കെ മുമ്പിൽ സഫിൽ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് ബാക്കിൽ നിന്നിട്ട് ഈ സാധാരണക്കാരെങ്ങനെ നിസ്കരിക്കണം നോക്കുകയാണെങ്കിൽ ഒരുപാട് കുഴപ്പങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നിടത്തും, അതുപോലെ തന്നെ ഖിയാമിൽ നിന്നിട്ട് റുക്കൂയിലേക്ക് പോകുന്ന അവസരത്തിലും എഴുത്തിദാലിൽ നിന്നിട്ട് സുജൂദിലേക്ക് പോകുന്ന അവസരത്തിലൊക്കെ വരുമ്പോൾ ഉള്ള അവസരത്തിൽ അവർക്ക് വരുന്ന ഓരോരോ അപാകതകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങോട്ട് താഴ്ത്തിടുമ്പോഴുണ്ട് ഒരു ആട്ടൽ ഇങ്ങനെ വെച്ചിട്ട്, ഈ ആട്ടലോട് കൂടെ ഇവൻ്റെ നിസ്കാരം ബാത്തിലായി. കാരണം 3 ഹറക്കത്തോടെ നടക്കുകയാണ്, അതോടുകൂടെ നിസ്കാരം ബാത്തിലായി. അതുപോലെ തന്നെ ചില കുട്ടികളുണ്ട്, ഇപ്പോഴത്തെ കാലത്ത് വരുന്ന കുട്ടികൾ മുടിയൊക്കെ ഇങ്ങനെ ഒരുപാട് വളർത്തിയിട്ട് ഇങ്ങനെ സുജൂദൊക്കെ പോകുമ്പോൾ മുന്നോട്ട് ഇങ്ങോട്ട് ചാടും. പിന്നെ എഴുത്തുതാലിക്ക് വരുമ്പോൾ ഈ മുടിയൊക്കെ പണ്ട് ഇങ്ങോട്ട് കോതൽ ഇങ്ങോട്ട് പെണ്ണുങ്ങൾ കോതനമായിരിക്കും, ഇങ്ങനെ ഒരു കോതൽ ബാക്കോട്ട്. ഈ കോതലോട് കുടുംബൻ്റെ നിസ്കാരം ബാത്തിലായി. ഇതൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? നമുക്ക് ഈ ചെറിയ കുട്ടികളെ പിടിച്ച് പള്ളിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് നമ്മൾ കാണുന്നത്. ഇങ്ങനെ പുണ്യങ്ങളായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുകയും ഫർള് ഐനും ഫർള് കിഫയുമായ കാര്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമുദായം തിരിക്കുമ്പോൾ നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്താണോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്തുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ശയ്യബത്നി സൂറത്ത് ഹൂദ് സൂറത്ത് എന്നെ നരപ്പിച്ചു. ഹൂദ് സൂറത്ത് ഇറങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിര വന്നത് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹൂദുൻ ശഫീഅൻ ശയ്യബത്ത് ബി ഫസ്തഖിം മാ ഹാൽ ബി ഫസ്തഖിം ഇസ്തഖിം എന്ന ഒരു ഇബാറത്ത്, ഒരു കലിമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു എന്നാ പറഞ്ഞ. നബിയെ തങ്ങൾ ചൊവ്വായി നിൽക്കുക, പറഞ്ഞത് ചെയ്യുക എന്ന ആ ഒരു അർത്ഥം വരുന്ന ആ ഒരു വാചകം കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
നിരപ്പിച്ചു എന്ന് മഹാന്മാരായ ഹദീസുകളിൽ തന്നെ കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമ്മുടെ കൽപ്പിക്ക കാര്യത്തിൻ്റെ അപ്പുറം ചെയ്യുന്നതിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ളതിനേക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതല്ല ചെയ്യേണ്ടത്. നമ്മുടെ 5 വക്ത നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇതിലുള്ള അപാകതകൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിക്കൊണ്ട് അത് പഠിക്കാനും അത് പഠിക്കുന്ന പറ്റുന്നവർ കണ്ടുകൊണ്ട് ക്ലാസ് നടത്താൻ നമ്മളെല്ലാം ശ്രമിക്കുക. അത് പഠിച്ചുകൊണ്ട് നമ്മുടെ 5 നേരത്തെ ആ നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുക, തയ്യാറാവുക. ഓതെടുക്കുമ്പോൾ വരുന്ന അപാകതകൾ, ഓതൊക്കെ എടുക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെ ഓതെടുക്കുന്നത്? സാധാരണ പഴയ കാലത്ത് ഇരുന്നിട്ട് ഓതെടുക്കുന്ന ഒരു കോലുണ്ട്. പഴമ പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. കുത്തിയിരുന്നു കൊണ്ടുള്ള ഓതു എടുക്കുമ്പോൾ വരുന്ന അതിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണെങ്കിലും നിന്നുകൊണ്ട് ഓതു എടുത്താൽ ലഭിക്കൂല. കുത്തിയിരുന്നു കൊണ്ട് എടുക്കുന്ന ഓതു എനിക്ക് എങ്ങോട്ട് ചെരിഞ്ഞിരിക്കണം, ഏത് ഭാഗത്തേക്ക് ഹൗദ് ആക്കി ഓതു എടുക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാല് കഴുകുമ്പോൾ നെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നുള്ള നിർബന്ധമായ ഘടകമാണല്ലോ. ഈ കാല് കഴുകുമ്പോൾ 2, 3, 10 പാട്ട വെള്ളം കാലിന്റെ മുകളിലൂടെ അങ്ങോട്ട് ഒഴിച്ചത് കൊണ്ട് കാല് കഴുകൽ പൂർത്തിയാകൂല. കാലിന്റെ പിറകവശത്തും കാലിന്റെ വിരലിന്റെ ഇടയിലും അതുപോലത്തെ ചില ആളുകളുടെ കാലിന്റെ മടമ്പിന്റെ താഴ്ഭാഗത്തുള്ള വിള്ളലുകളിലുമൊക്കെ ജലം ശരിക്ക് എത്തിയിട്ടില്ലെങ്കിൽ അവൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ ഒതുകളും കാലഘട്ടത്തിൽ ചിലപ്പോൾ ചായത്തൊരു ഷവർ വെച്ചിട്ടുണ്ടാവും. ഇനി കുറച്ച് കഴിഞ്ഞാൽ തലയിലൊരു ഷവർ വെച്ചൂടായില്ല, തല തറവാൻ അള്ളാഹു കാത്തിരിച്ചുമാറാവട്ടെ. ഇങ്ങനെ കാലം ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോരോ കോലങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൽ വരുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ അതിനെ തിരുത്തി എഴുതാൻ നമുക്കാർക്കും കഴിയുന്നില്ല എന്ന ഒരു സത്യം ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് കഴിയുന്ന പുതിയൊരു കാര്യം വരുമ്പോൾ അവിടെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രമേ ആ വിഷയമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ.